അർജുൻ പീതാംബരൻ ഇപ്പോൾ ഹരിയാനയിൽ നിന്നാണ്. അദ്ദേഹം മഹാവീർ ഫോഗട്ടിന്റെ അഗാഡയ്ക്ക് അരികെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദംഗൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ആമിർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം. അദ്ദേഹത്തിന്റെ സഹോദരപുത്രിയാണ് വിനേഷ് ഫോഗട്ട്. ഗീത, ബബിത സഹോദരിമാർ അദ്ദേഹത്തിന്റെ മക്കളാണ്. ഒരു ഗ്രാമം, ഒരു രാജ്യം ആകെ ഹൃദയം തകർന്ന് നിൽക്കുന്ന നിമിഷമാണിത്. അർജുൻ, എന്താണ് ആ നാട്ടുകാർക്ക് പറയാനുള്ളത്? എല്ലാവരും ഇന്നലെ വിനേഷ് ഫോഗട്ട് അമ്മയെ വിളിച്ച് ഞാൻ സ്വർണവുമായി മടങ്ങും എന്ന് പാരീസിൽ നിന്ന് പറഞ്ഞ് കേട്ട് വലിയ സന്തോഷത്തിലായിരുന്നു. ആ നാടാകെ തകർന്നു പോയിരിക്കും ഇപ്പോൾ. എന്താണ് മഹാവീർ ഫോഗട്ടിനും കൂടെയുള്ളവർക്കും പറയാനുള്ളത്? അഭിലാഷ, പ്രധാനമായിട്ടും വിനേഷ് സ്വർണം അർഹിച്ചിരുന്നു, ഒരു മെഡൽ അർഹിച്ചിരുന്നു. അത് വെള്ളിയല്ല, അതിനപ്പുറത്തേക്ക് സ്വർണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏകദേശം ഉറപ്പിച്ചതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വിധി തട്ടിക്കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അതിലൊരു അട്ടിമറി എന്തായാലും ഇവർ തള്ളിക്കളയുന്നില്ല. എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് വിനേഷിൻ്റെ അച്ഛൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മഹാവീർ ഫോഗട്ടും അതുപോലെ തന്നെ ഈ ഗ്രാമവാസികളും പറയുന്നത്. ഇവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. മെഡൽ കൊണ്ടുവരും വിനേഷ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. അത് വെള്ളിക്ക് അപ്പുറത്തേക്ക് സ്വർണം എന്നുള്ള കാര്യവും ഇവർ പ്രതീക്ഷിച്ചിരുന്നു. അത് കൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. സമീപത്ത് നിന്നടക്കം 1000-ലധികം ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് എത്തും, സമീപവാസികളെത്തും, കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഇവിടേക്ക് ഈ ബലാലി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. വലിയ സ്ക്രീനിൽ ഈ കളി മത്സരം കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. മധുരം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വിധി തട്ടിയെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ ഇവരും ഇതുവരെയും അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്. കാരണം നേരിട്ട് വിനേഷുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വെയിറ്റ് കൂടാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം എന്നുള്ളത് ഇവർ ഇപ്പോഴും അതിലൊരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തത മാറണം. അതൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നടത്തണം എന്നുള്ള കാര്യമാണ്. അതിലെന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി വേണമെന്നുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം പോരാട്ടങ്ങൾ നയിച്ച ഒരു താരം കൂടിയാണ് ഈ വിനേഷ് ഫോഗട്ട്. അതിനപ്പുറത്തേക്ക് ആ പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് നല്ല രീതിയിൽ പരിശീലിച്ച് അവർ ഒന്നും നേടില്ല എന്ന് ചിലർ മുദ്രകുത്തി, പ്രത്യേകിച്ചും അവരുടെ പീക്ക് ടൈം കഴിഞ്ഞു എന്നുള്ള ചിലർ മുദ്രകുത്തി. അവിടെ നിന്നും അവരുടെ ഒരൊറ്റ ആളുടെ ദൃഢനിശ്ചയത്തോടെയാണ് ഈ ഒരു ഘട്ടം വരെ എത്തിയത്. ഇത്രയും അട്ടിമറികളിലൂടെ ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ചൈത്രയാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്തിൽ അട്ടിമറി ഉണ്ട്, ഈ ഒരു വെയിറ്റ് കൂടിയതിന് അല്ലെങ്കിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിന് കാരണം കണ്ടെത്തണമെന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിരാശ തന്നെയാണ് ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും ഉള്ളത്. ഒപ്പം ഈ വിനേഷിനെ കൈപിടിച്ച് ഇത്രത്തോളം ഉയരത്തിൽ കൊണ്ടെത്തിച്ച ഒരാൾ കൂടിയാണ് ഈ മഹാവീർ സിംഗ് ഫോഗട്ട്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മളോട് പറഞ്ഞത്, എനിക്ക് ആ കുട്ടിയോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേനെ ഏതൊക്കെ രീതിയിൽ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വ്യായാമം ചെയ്യണം, ഇതെല്ലാം ഇവിടുന്ന് പറഞ്ഞു വിട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ട് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും നൽകാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതും താൻ കണ്ടെത്തുമായിരുന്നു എന്ന് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒളിമ്പിക്കിൽ ഒരു മെഡൽ, അതും സ്വർണ്ണ മെഡൽ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇനി അത് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് നേടാനുള്ളതും. കോമൺവെൽത്തിലെ മെഡലുകൾ നേടിയിരുന്നു, ഏഷ്യാഡിൽ മെഡലുകൾ നേടിയിരുന്നു, അതിനപ്പുറത്തേക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയിരുന്നു. ഒളിമ്പിക് എന്നുള്ള ലക്ഷ്യം വേണ്ടിയിട്ടാണ് ഈ അഖാഡ, ഈ മഹാവീർ സിംഗ് നടത്തുന്ന ഈ അഖാഡയും അതുപോലെ തന്നെ ചുറ്റുപറ്റുമുള്ള ഗ്രാമങ്ങളും എല്ലാവരും പ്രയത്നിച്ചത്. അവർക്ക് റോൾ മോഡലായിരുന്നു, വലിയ രീതിയിലുള്ള ഒരു പ്രചോദനമായിരുന്നു ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. വിനേഷ് പ്രത്യേകിച്ചും മെഡൽ എന്ന സ്വപ്നം അതിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇങ്ങനെ കൈവിട്ടു പോയത്. അതിലെന്തായാലും അട്ടിമറി ഉണ്ടോ എന്ന് മഹാവീർ ഫോഗട്ട് സംശയിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ മാതൃഭൂമിയുടെ ക്യാമറയിൽ തന്നെ അദ്ദേഹത്തിന്റെ നിരാശ പങ്കുവച്ചിരുന്നു.